وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു എന്നും നീ പറയുക. തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുശ്രിക്കാക്കാൻ തൗഹീദിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ. ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ മുശ്രിക്കാക്കാൻ. എന്റെ നാവ് പൊന്താത്തത് ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് പറയൂ. ധൈര്യമുണ്ടെങ്കിൽ പറയുന്നു. ഞങ്ങൾ ധൈര്യമായി പറഞ്ഞു. അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളോട്, ജിന്നുകളോട്, മലക്കുകളോട്, ആരോടും അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ. ഞങ്ങൾ ഈ വിഷയത്തിലേക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക്, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് അൽസരിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത്. വിഷയത്തിലേക്ക് വരട്ടെ, വാദത്തിലേക്ക് വരട്ടെ, എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആധികാരികമായി ഒരായത്തുദ്ധരിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷിയായി ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. ഈ ശബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ചര്യമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ, അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാനിയുടെ തഫ്സീറില് പ്രവാചകന് സിഹർ ബാധിച്ച ഒരു തുണ്ടം പോലും ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ട് അമാനി മൗലവി സിഹറിനെ അംഗീകരിച്ചു. അമാനി മൗലവി പ്രവാചക തിരുമേനിക്ക് സിഹർ ബാധിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല. ഇത് കാന്തപുരത്തിന്റെ കുട്ടികളാ. എന്തെങ്കിലും മനസ്സിലാക്കിയത്? ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്, കാന്തപുരത്തിന്റെ മക്കളല്ല. കൊണ്ടോട്ടിന്ന് വന്നു. കൂടെണ്ടായിന ഒരു വൈദ്യർ ഇതേ അബ്ദുൽ ലത്തീഫ് അന്ന് ചോദിച്ചു ഇതേ ചോദ്യം. വൈദ്യർക്ക് അന്ന് തൂറ്റൽ പിടിച്ച് ഓടിയതാ. ഇതുവരെ അയാള് രംഗത്ത് വന്നിട്ടില്ല. അന്ന് ഇദ്ദേഹത്തിന്റെ തുടക്ക മൂപ്പര് ഉണ്ടായി, പിന്നെ വന്നു. ഒരു 1-2 വർഷം മുമ്പ് ഓൺലൈനിൽ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു, അന്ന് മുങ്ങി. ഇതുവരെ മറുപടി വന്നിട്ടില്ല. ഇപ്പൊ ലത്തീഫ് 2 വട്ടം ചോദിച്ചു, നിങ്ങൾക്ക് അധികാരമല്ല, പിന്നെ എന്തിനാ ഇതിന് ഒപ്പാക്കാൻ വന്നത്? ഇത് കയ്യൂലെങ്കിൽ അവിടെ അടങ്ങിയിരുന്നാ പോരെ. ഞങ്ങളെ വാദത്തിന് മറുപടി പറയാന്ന് പറഞ്ഞ് ഒപ്പിച്ചതാ. ഒപ്പില്ല അവിടെ. രാമന്തളി ഒന്ന് കാണിച്ചു കൊടുക്കുക ഒപ്പ് മൂപ്പരെ. ചെറിയ മുണ്ടത്തിൻ്റെത് അവസാനത്തേക്ക് നീക്കിവെച്ചത് ഞങ്ങൾക്കറിയാം. സഖാഫിമാരെ, അഹ്സനിമാരെ, നിങ്ങളുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണാൻ, അതിനാൽ ഞങ്ങളിത് അവസാനത്തേക്ക് വെച്ചത്. ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എവിടെ തന്റെ ഇടം തുറന്ന് പറയട്ടെ, ജിന്നിനോട് തേടൽ ശിർക്കാണ്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചാലും അത് രോമം വെച്ച ശിർക്കാണ്. ആ ശിർക്കിൽ ആരൊക്കെ എത്തിപ്പെടുന്നുവോ അവർ ആ വഴിയെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. കള്ളം പറയരുത്, പച്ചക്കള്ളം പറയരുത്, രോമം വെച്ച കളവ് പറയരുത്. പടച്ചവന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കടന്നുവരവ് ഇൻഷാ അല്ലാഹ്